ഈ TP അതുള്ളക്കോയും മദനിക്കൊക്കെ ആ KNM പിരിച്ചുവിട്ട് വല്ല തൊഴിലുറപ്പ് പരിപാടിക്കും പോകുന്നതല്ലേ നല്ലത്. നാളിതുവരെ പറഞ്ഞുകൂട്ടിയ ആശയങ്ങളിൽ നിന്നെല്ലാം ഇത്രയും ക്രൂരമായി യൂട്ടനടിച്ച ഒരു പ്രസ്ഥാനം വേറെ ഏതുണ്ട്? ഇപ്പോൾ ഇതാ ഇയാള് പാണക്കാട് കുടുംബത്തിന്റെ കുടുംബപരമായ ആദരവും പറഞ്ഞുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് ഷിയാ വിശ്വാസമാണ്, ഷിയാക്കളിൽ നിന്ന് സമസ്തക്കാര് കടം വാങ്ങിയതാണ് എന്നൊക്കെ നാളിതുവരെ പ്രചരിപ്പിച്ചു നടന്ന കക്ഷികളാണ് ഇപ്പോൾ പാണക്കാട് കുടുംബത്തിന്റെ ആദരവുമായി സമൂഹത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പലപ്പോഴും പിതാവിന് പകരമായി ആ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെ അയക്കുക. അതുകൊണ്ട് എന്താ TP കാര്യം? ഒരു പ്രഭാഷകൻ ഒരു പരിപാടിക്ക് എത്താൻ കഴിയാതെ പോയാൽ പകരം ഒരു പ്രഭാഷകനെ അല്ലേ വിടേണ്ടത്? അയാളെ കുടുംബത്തിൽ ഒരാളെ വിട്ടിട്ട് എന്താ കാര്യം എന്നൊരു സമ്പ്രദായം അന്നും നിലവിലുണ്ടായിരുന്നു. അതൊരു ആദരവായിരുന്നു. ഇത്തരം സാമ്പ്രദായിക ആദരവുകളൊക്കെ അരക്കിട്ടുറപ്പിക്കാനാണോ TP നിങ്ങൾ KNM ഉണ്ടാക്കിയത്? ഈ സാധനം പിരിച്ചുവിട്ട് വല്ല പൂളകൃഷിക്കും പോകുന്നതല്ലേ വഹാബി പൗരോഹിത്യത്തിന് ഇനി ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്? പാണക്കാട് കുടുംബത്തിന്റെ കുടുംബപരമായ പോരിശയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഹ്ലുബൈത്ത് തന്നെ ഇല്ലെന്ന് പറഞ്ഞ് നിഷേധം പഠിപ്പിച്ച ഒരു പ്രസ്ഥാനമാണിപ്പോൾ അഹ്ലുബൈത്തിൽ നിന്ന് ഒരു കുടുംബത്തിനു തന്നെ പ്രത്യേക ആദരവുണ്ടെന്നും പറഞ്ഞ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. അതുമാത്രല്ല, നാളിതുവരെ അഹ്ലുബൈത്തിനെ ആദരിച്ചു പോന്നിരുന്ന സുന്നികൾക്ക് അവർക്കാണിപ്പോ പാണക്കാട് കുടുംബത്തോട് ബഹുമാനമില്ലാത്തതെന്നും അവരെ ആക്ഷേപിക്കുന്നതെന്നും കുറ്റപ്പെടുത്താനും TP തൊലിക്കട്ടി കാണിച്ചിട്ടുണ്ട്. ഇന്ന് നോക്കൂ, ഈ ആധുനിക കാലഘട്ടത്തിൽ കൂടിയിരുന്നാൽ തെറിച്ചു പോകുന്ന ഒരു ആദർശവുമായി ലോകത്ത് സമസ്ത എന്ന ആ സംഘമല്ലാതെ വേറെ ലോകത്ത് ഏതെങ്കിലും ജീവനുള്ള ഏത് പ്രസ്ഥാനവും ആദർശം തെറിച്ചു പോകുന്ന കാര്യമായി തന്നെയാണ് അതിനെയൊക്കെ കാണുക. അതുകൊണ്ടാണ് CPM-ന്റെ ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടകനോ പ്രതിനിധിയോ ആയി പാണക്കാട് തങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ പോകാത്തത്. KPCC-യുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്യിപ്പിക്കാൻ പിണറായി വിജയനെ വിളിച്ചാൽ പോകൂല. കാരണം അവരൊക്കെ നയം നിലപാടുള്ള പ്രസ്ഥാനങ്ങളാണ്. ഒരു മതത്തിന്റെ ആശയപ്രചരണ പരിപാടിയുടെ ഭാഗമായുള്ള സംഗതിയിലേക്ക് മറ്റൊരു മതക്കാരൻ പോവുകയില്ല. സൗഹാർദ്ദങ്ങളൊക്കെ മറ്റു തലത്തിലാണ് രൂപപ്പെടേണ്ടത്. നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരാണ്? നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്താരാണ്? നമ്മുടെ ഹോട്ടലിൽ നാം കയറുമ്പോൾ അവിടെ ആരെല്ലാം ഉണ്ട്? അയ്യന്റെ TP, താങ്കളുടെ ഒരു KNM-ന്റെ ഔദ്യോഗിക വേദി കേവലം ഒരു ഹോട്ടലിലെ കസാല മേശകളെ പോലെയാണോ? ഒരു ബസ്സിലെ സീറ്റ് പോലെയാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക സമ്മേളന വേദികൾ എന്ന് പറയുന്നത്? എന്തൊരു നിരുത്തരവാദപരമായ ഡയലോഗുകളാണ് ഇതൊക്കെ. ഇതെല്ലാം അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല, അവരുടെ മയ്യത്തിന്റെ കൂടെ പോകാൻ പാടില്ല, മയ്യത്ത് കാണിച്ചു കൊടുക്കുക, നിസ്കരിക്കാൻ പാടില്ല, ഇപ്പം മയ്യത്ത് കാണിച്ചു കൊടുക്കാനും പാടില്ല എന്ന് വന്നിരിക്കുന്നു. ഇത് വലിയ പുരോഗമനമാണ്, ഭയങ്കര പുരോഗമനാണ്. ഇതൊന്നും പുരോഗമനമല്ല TP. അതുകൊണ്ട് പുരോഗമനമാകാൻ എന്ത് വേണം? ഇസ്ലാമിക മതാചാര പ്രകാരം നടക്കേണ്ട മയ്യത്ത് നിസ്കാരം അമുസ്ലിമീങ്ങൾക്കും വേണ്ടി നടത്തണം. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സമസ്തക്കാർ മക്ക മുശ്രിക്കിനെക്കാളും ഡേഞ്ചറായ കുഫാറുകളും മുശ്രിക്കുകളും അല്ലേ? പച്ചയായി കോഴിക്കോട് കടപ്പുറത്ത് താങ്കൾ തന്നെ ഈ ഡയലോഗ് വിളിച്ചു പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഇത്തരം സമസ്തക്കാർക്ക് മയ്യത്ത് നിസ്കരിക്കാമെങ്കിൽ നിങ്ങൾ നാളെ മുതൽ അമുസ്ലിങ്ങൾക്ക് കൂടി മയ്യത്ത് നിസ്കരിച്ചുകൊണ്ട് ആ പുരോഗമനം ഇവിടെ പ്രാവർത്തികമാക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണം. ഒരു മനുഷ്യൻ മരിച്ചാലെങ്കിലും മനുഷ്യന്റെ മനസ്സ് ശരിയാകും. മനസ്സ് ശരിയാകാനുള്ള മാനദണ്ഡങ്ങൾ മയ്യത്ത് നിസ്കാരമാണെങ്കിൽ ഇവിടെയുള്ള അമുസ്ലിമീങ്ങളോടൊക്കെ താങ്കൾ സൗഹൃദത്തിലാണെന്ന് തെളിയിക്കാൻ നാളെ മുതൽ കണാരനും കുമാരനൊക്കെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി താങ്കൾ ഇറങ്ങിത്തിരിക്കണം. എന്നിട്ട് അതിനെതിരെ പ്രമേയം പാസാക്കും. ഇങ്ങനെ എണ്ണി എണ്ണി നൂറുകണക്കിൽ ഈ സമൂഹത്തെ ഇകഴ്ത്തുന്ന പ്രമേയങ്ങൾ കൊണ്ടുവന്ന ഒരു സംഘടനയാണ് വഹാബി പ്രസ്ഥാനം. ആദർശപരമായി മുസ്ലിം മുഖ്യധാരക്കെതിരെ ശിർക്ക് ആരോപിക്കുന്നവരാണെന്നും അതുകൊണ്ട് മുസ്ലിം എന്ന അർത്ഥത്തിലുള്ള ഇടപാടുകളൊന്നും പരസ്പരം വഹാബികളും സുന്നികളും തമ്മിൽ പ്രായോഗികമോ പ്രമാണപരമോ ലോജിക്കലിയോ അല്ലെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെങ്ങനെ സമൂഹത്തെ ബാധിക്കുക? അത് വഹാബികളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ആ സംഘടനയാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിച്ചു എന്നതിന്റെ പേരിൽ ഒരു വമ്പിച്ച സമൂഹത്തിന്റെ അംഗീകാരമുള്ള. എന്താണ് ആ വമ്പിച്ചെന്നൊക്കെ പറയുമ്പോഴുള്ള വമ്പ് നരയങ്ങള് കാപട്യമാണ്. കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ മുഴുവൻ പിന്തുണയും അംഗീകാരവുമുള്ള. എന്ത് പിന്തുണയാണ് പാണക്കാട് കുടുംബത്തിന് മതപരമായി നാളിതുവരെ നിങ്ങൾ നൽകിയിട്ടുള്ളത്? ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒരു മഹാൻ നേതാവിനെ, അദ്ദേഹത്തിന്റെ മുൻഗാമികളെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ എല്ലാം ഇകഴ്ത്തിക്കൊണ്ട് വളരെ നികൃഷ്ടമായ സമീപനം സ്വീകരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു. ചിരിപ്പിക്കരുത് TP ഈ ജാതി കോലത്തിലൊന്നും. വല്ലാത്ത തമാശ തോന്നുന്നുണ്ട്. ഇവിടെ സുന്നി
സുന്നികളാണ് പാണക്കാട് കുടുംബത്തെ അപമാനിക്കുന്നത്, വഹാബികളാണ് അത്ര ബഹുമാനിക്കുന്നത്. ഇനി വഹാബികളുടെ ആ ബഹുമാനം ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. നമ്മൾ പറയും അയാള് നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്, തങ്ങളുടെ കുടുംബമാണ് എന്ന് പറയും. നമ്മളൊക്കെ തങ്ങന്മാരാണ്, നമ്മളെല്ലാവരും തങ്ങന്മാരാണ്, ആദം നബിയുടെ മക്കളാണ്. അതിനോളം വലിയ പോരിശ എന്താ? ആദം നബിയുടെ മക്കളാണ് നമുക്കൊക്കെ. അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. ഇവിടെയുള്ള ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും വിനയക്കത്തിയാറും അശോക സിംഗാളും എല്ലാവരും ആദമിന്റെ മക്കളാണ്. എല്ലാവരും തങ്ങന്മാരാണ്, എല്ലാവരും തങ്ങളുടെ മക്കളാണ്. അല്ലാതെ ഇവിടെ തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. ഇതാണ് വഹാബി പൗരോഹിത്യം പാണക്കാട് തങ്ങന്മാർക്ക് കൊടുക്കുന്ന ബഹുമാനം. എന്നാൽ ഇത്തരം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ കൂടെ ഒരിക്കലും ചേർന്നു നിൽക്കാൻ പാടില്ല എന്ന് സുന്നത്തിയമായത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നതാണ് പാണക്കാട് കുടുംബത്തെ അപമാനിക്കൽ. എന്റെ TP, താങ്കളൊക്കെ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ ഉണ്ടാകുമ്പോ താങ്കളുടെ സംഘടനാ വേദികളിലല്ലേ ഈ പുരോഹിതന്മാരൊക്കെ ഈ ജാതി തോന്നിവാസങ്ങൾ വിളിച്ചു കൂവിയത്? ഇക്കാലം വരെ അത് തിരുത്താൻ പോകട്ടെ. പാണക്കാട് കുടുംബം നബി കുടുംബമാണെന്നെങ്കിലും സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ താങ്കൾക്കൊരു നട്ടെല്ലുണ്ടോ? താങ്കളെ പ്രസ്ഥാനത്തിന് അതിനുള്ള ആർജവമുണ്ടോ? എങ്കിൽ അതാണ് മലയാളികൾക്ക് കാണേണ്ടത്. ഈ രീതിയിലൊക്കെ കുഞ്ഞാടുകളെ വിട്ട് തെരുവുകളിൽ പാണക്കാട് കുടുംബത്തെയും സകല അഹ്ലുബൈത്തിനെയും അനാദരിക്കാൻ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്നു കൊണ്ട് പാണക്കാട് കുടുംബത്തിന്റെ മാന്യത വളമ്പാണ് TP. യഥാർത്ഥത്തിൽ പാണക്കാട് കുടുംബത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് അങ്ങനെ ഒരു കുടുംബമുണ്ടോ TP? ഉണ്ടെങ്കിൽ അദ്വാനിയും തങ്ങളല്ലേ? ഇതൊക്കെ താങ്കളുടെ വേദികളിൽ കേരളത്തിൽ പുരോഹിതന്മാർ വിളിച്ചു കൂവിയിട്ടില്ലേ? രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരുണ്ടാകാം, പക്ഷെ ആരാലും ആദരിക്കപ്പെടുന്ന എന്താ ആദരവ്? വഹാബികളുടെ ആദരവാണ് ഇപ്പോ ബാലുശ്ശേരിന്റെ നാവിലൂടെ മലയാളികൾ കേട്ടത്. ഇങ്ങനെ എത്രയെത്ര സാധനങ്ങൾ വാമൊഴിയായും വരമൊഴിയായും നിങ്ങൾ പുരോഹിതന്മാര് വിസർജിച്ചു വെച്ചിട്ടുണ്ട്. ഇവരുടെ ശൈലി ഒരിക്കലും സ്വീകരിക്കാത്ത, അതാണ് ശരി. ബാലുശ്ശേരിയുടെ ശൈലിയാണ് ശരിക്കും പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്ന ശൈലി. ആ നിലക്കുള്ള പ്രതികരണം നടത്താത്ത മാന്യന്മാരായ ആളുകൾ. ആ മാന്യത എന്നെങ്കിലും പാണക്കാട് കുടുംബത്തോട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ വഹാബികളെ? അങ്ങനെ പറഞ്ഞു കാട് കയറി വഹാബി പള്ളിയിലെ കാളിയും ഇമാമുമായി പാണക്കാട് തങ്ങളെ തന്നെ കിട്ടിയ തിരക്കടില്ല എന്ന് തോന്നിപ്പിക്കും വിധമാണ് TP പറഞ്ഞു വെച്ചിട്ടുള്ളത്. അദ്ദേഹം എന്നെ തുടർന്ന് നമസ്കരിച്ചിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തെ തുടർന്ന് നമസ്കരിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ കാളി ഫൗണ്ടേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് കുറെ വഹാബി പള്ളികളും കൂടി നമുക്ക് അതിലങ്ങ് ചേർത്തിട്ട് പാണക്കാട് തങ്ങൾ അങ്ങ് കാളിയാക്കിയാലോ? എങ്ങനെയാ TP തുടർച്ച സഹിയാകുക? നിങ്ങളുടെ തൗഹീദ് പ്രകാരം പാണക്കാട് കുടുംബത്തെയോ ഒരു സുന്നി പണ്ഡിതനെയോ തുടർന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹിയാകുമോ? കാരണം ഇവിടെയുള്ള സുന്നി പള്ളികളും സുന്നി പണ്ഡിതന്മാരും നിങ്ങൾക്ക് അമ്പലവും അമ്പലപൂജാരിമാർക്കും സമാനരല്ലേ? ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. എങ്ങനെയാണ് TP ആ നിസ്കാരം സ്വഹിയാകുന്നത്? യഥാർത്ഥത്തിൽ ചുഴലി പറഞ്ഞ ഈ വസ്തുതയല്ലേ വഹാബി തൗഹീദിന്റെ ആധാരം എന്ന് പറയുന്നത്? അത് പറയാൻ ചുഴലിക്കാർജവമുണ്ട്. നിങ്ങൾ കപടന്മാരായി അത് വളച്ചു കെട്ടി പറയുന്നു എന്ന് മാത്രം. ഇങ്ങനെ പൂജാരികൾക്കും അമ്പല കമ്മിറ്റികൾക്കും സമാനരായ മുസ്ലിം പണ്ഡിതന്മാരോടൊന്നിച്ച് കാളിമാരോടൊന്നിച്ച് നിങ്ങൾ മുസ്ലിം ഐക്യവേദി ഉണ്ടാക്കിയാൽ അതെങ്ങനെ മുസ്ലിം ഐക്യവേദിയാവുക? എന്നിട്ട് ആ ഐക്യത്തിന്റെ കഥ പാടാനും TP തൊലിക്കട്ടി കാണിച്ചിട്ടുണ്ട്. പറയുമ്പോൾ ആദർശപരമായി പല വിയോജിപ്പുകളുമുണ്ട്. എത്ര നിസ്സാരം! ഇതങ്ങനെ കേവലം വിയോജിപ്പുകളാണോ TP? തൗഹീദിന്റെ അടിത്തറയിൽ മുസ്ലിം എന്ന അഡ്രസ് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത വിധം സമുദായത്തിന്റെ നെഞ്ചു വെട്ടിപ്പിളർത്തിയ ക്രൂരതയല്ലേ വഹാബി തൗഹീദ് സമുദായത്തിൽ ഉണ്ടാക്കിയ ആഘാതം? മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിനും നാട്ടിന്റെ അഭിവൃദ്ധിക്കും നാട്ടിന്റെ യോജിപ്പിനും വേണ്ടി എന്തുമാത്രമുള്ള വിട്ടുവീഴ്ചകളായിരുന്നു അവർ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു കേൾക്കേണ്ട ആവശ്യമില്ല. കൂടെ നടന്ന അനുഭവിച്ചവരാണ് ഞങ്ങളിൽ പലരും. എന്നിട്ട് പകരം അങ്ങോട്ട് നിങ്ങൾ എന്ത് വിട്ടുവീഴ്ചയാണ് മുസ്ലിം ഐക്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ചുരുങ്ങിയ പക്ഷം സമുദായത്തിനു നേരെയുള്ള ഈ കാഫിറാക്കൽ കലാപമെങ്കിലും നിർത്തിവെക്കാൻ നിങ്ങൾ സന്മനസ് കാണിച്ചിട്ടുണ്ടോ? ഈ ശിർക്കാരോപണത്തിന്റെ തോന്നിവാസമെങ്കിലും നിർത്തിവെക്കുമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? എന്ത് വിട്ടുവീഴ്ചയാണ് പകരം നിങ്ങൾ ഇങ്ങോട്ട് ചെയ്തിട്ടുള്ളത്? വഹാബികളുടെ ഇത്തരം കാപട്യങ്ങൾ തുറന്നു കാട്ടുന്നത് ശത്രുത ഉണ്ടാക്കലാണ് പോൽ. എന്നിട്ട് അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അവർ വക്രമായി ഇതിനെ വികൃതമാക്കി ശത്രുത സൃഷ്ടിച്ച്. ശരി, വഹാബികളുടെ ഇത്തരം ഡയലോഗ് ഒന്നും നമ്മൾ സമൂഹത്തെ കേൾപ്പിക്കാൻ പാടില്ല. അവരിങ്ങനെ ഷിയായിസം ആരോപിക്കുന്നത്, തങ്ങന്മാരില്ല എന്ന് പറയുന്നത്, മുസ്ലിമീങ്ങൾ കാഫിറ എന്ന് പറയുന്നത്, ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല. പറയുന്നതാണ് കുഴപ്പം, ഇവർ പ്രചരിപ്പിക്കുന്നതല്ല. നമ്മളെ അകറ്റാനും അവിടെ കയറാതിരിക്കാനും ആ വീട്ടിലേക്ക് പോകാതിരിക്കാനുമുള്ള വളരെ വൃത്തികെട്ട സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അയ്യഞ്ച TP എന്താ നിങ്ങൾക്ക് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലുള്ളത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷിർക്കിന്റെ നൂല് വിറ്റഴിക്കപ്പെടുന്ന കേന്ദ്രമായി നിങ്ങൾ പരിചയപ്പെടുത്തുകയും നാളിതുവരെ നിങ്ങൾ
വിലയിടിച്ചു കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കൊടപ്പനക്കൽ തറവാട്ടിൽ എന്തിനാണ് ഇപ്പൊ നിങ്ങൾ കയറിപ്പറ്റാൻ ശ്രമിക്കുന്നത്? ഉന്നങ്കായി പൊട്ടിത്തെറിച്ചതുപോലെ ശിഥിലമായി പോയ ഒരു പ്രസ്ഥാനത്തിന്റെ അസ്ഥികൂടത്തിന്റെ അമരത്താണ് ഇപ്പോൾ നിങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിലേക്ക് വീഴാൻ നിൽക്കുന്നവൻ ഒരു തള്ളു കിട്ടി എന്ന് പറഞ്ഞതുപോലെ IS-ന്റെ തീവ്രവാദ ചാപ്പ കൂടി വസ്തുതാപരമായി തന്നെ സമൂഹം നിങ്ങളിൽ വ്യക്തമായി കണ്ടപ്പോ അതിൽ നിന്നൊക്കെ തടിയൂരാൻ നിങ്ങൾക്ക് ഇപ്പോൾ പാണക്കാട്ടേക്ക് കോണി ചാരി വെക്കേണ്ടതുണ്ട്. അതൊക്കെ പൊളിച്ചടക്കുക തന്നെ ചെയ്യും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. ഇവിടുത്തെ വലിയ പണ്ഡിതന്മാർ, അതിന് നേതാക്കന്മാർ എന്ന് പറയുന്ന സമസ്തയുടെ നേതാക്കന്മാരും അതിലിപ്പോൾ ഭിന്നിച്ച രണ്ട് വിഭാഗത്തിന്റെ ആളുകളും അവരിന്ന് കാട്ടിക്കൂട്ടുന്ന പറയുന്ന വാദങ്ങളെ നിങ്ങൾ നോക്കൂ. എന്താ അതിൽ ഇത്ര കേൾക്കാനുള്ളത്? ഞങ്ങളെ മുശ്രിക്കായി പ്രഖ്യാപിക്കുന്ന വഹാബി മൗദൂദികളുമായി മുസ്ലിം ഐക്യവേദി ഞങ്ങൾക്കില്ല. അത് പ്രായോഗികമല്ല. സമുദായത്തിൽ ശിർക്കാരോപിക്കുന്ന വഹാബി മൗദൂദികളുടെ വേദികളിലെ പ്രതിനിധികളായി അവരുടെ ആശയത്തിന്റെ പ്രചാരകരായി സുന്നി സംഘടനകളുടെ തലപ്പത്തും മഹല്ലുകളുടെ കാലിസ്ഥാനത്തും ഇരുന്നു കൊണ്ട് പാണക്കാട് തങ്ങന്മാര് പോകാൻ പാടില്ല. ഇത് സുന്നി പണ്ഡിതന്മാര് പറയുന്നത് അസ്തിത്വമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ അടയാളാണ്. എന്നാൽ നാളിതുവരെ പറഞ്ഞ ഷിയ ആരോപണവും കുഫ്ർ ആരോപണവും പച്ചക്ക് വിഴുങ്ങി പാണക്കാട്ടേക്ക് ഇപ്പോൾ നിങ്ങൾ കോണിചാരി വെക്കുന്നത് നിങ്ങളുടെ ഗതികേടാണ്, നട്ടിലില്ലായ്മയാണ്. ഒന്നിച്ചവരെ വീണ്ടും ഭിന്നിപ്പിക്കുകയും എന്നിട്ട് പറഞ്ഞ ഇത് കേട്ടാ തോന്നും മുജാഹിദ് പ്രസ്ഥാനത്തിലാണ് ഭിന്നിപ്പുണ്ടായത്. മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ചിട്ടേ ഇല്ല. അതൊക്കെ നാട്ടുകാർക്ക് തോന്നുന്ന സംഗതികളാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ സാധാരണ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ശരിയാണ്. അതന്നെ, ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ. മുമ്പ് തെങ്ങിൽ നിന്ന് വീണ അച്ഛനെ പറ്റി മകനോട് ചോദിച്ചപ്പോ മോൻ പറഞ്ഞില്ലേ അച്ഛക്ക് കുഴപ്പമൊന്നുമില്ല, തല കാണാനില്ല എന്നുള്ളൂ. ഇതുപോലെ തൗഹീദിന്റെ പേരിലാണ് ഒരു മുസ്ലിം മതസംഘടന ഭിന്നിച്ച് നാരായണക്കല്ലെടുത്തു നിൽക്കുന്നത്. എന്നിട്ടാണ് ഉളുപ്പില്ലാതെ അത് ചില്ലറ പ്രശ്നമാണ് എന്ന് TP വിളിച്ചു പോകുന്നത്. അത് ഒരു സംഘടനാപരമായ ഭിന്നിപ്പല്ല. വലിയ ഭിന്നിപ്പ് സംഘടനാപരമാണ്. തൗഹീദിന്റെ പേരിലുള്ള ഭിന്നിപ്പ് അതൊക്കെ അല്ലറ ചില്ലറയാണ്. ഇത്രയും പടുവിഡിത്തം ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പോവാൻ താങ്കൾ തന്റെ ഇടം കാണിച്ചല്ലോ TP. താങ്കൾക്കൊക്കെ ഇച്ചിരിയെങ്കിലും ബഹുമാനം തരുന്ന സ്വന്തം അണികളുടെ മുമ്പിലെങ്കിലും താങ്കൾ സ്വയം പരിഹാസ്യനാകല്ലേ ഇത്തരം വിവരക്കേട് പറയുന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്? അത് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, സഹാബത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏത് സ്വഹാബികൾക്കിടയിലാണ് വഹാബികൾക്കിടയിലുള്ളതുപോലെ പരസ്പരം കുഫ്രാരോപണം ഉണ്ടായത്, തൗഹീദിന്റെ പേരിൽ ഭിന്നിച്ചിട്ടുള്ളത്? ഏത് പ്രവാചകന്റെ കാലത്താണ് ഇത്തരം ഭിന്നതകൾ ഉണ്ടായിട്ടുള്ളത്? വിവരക്കേട് പറയുന്നതിനൊരു അതിരു വേണ്ടേ? TP അബ്ദുൽ ഖാദിർ മദനി, ശരിക്കും നിങ്ങൾ ഈ സമൂഹത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദജ്ജാലുന കദ്ദാബൂൻ എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഒരു കക്ഷിത്വത്തിന്റെ ലക്ഷണക്കേടുകളാണ്. നന്നായി സമുദായത്തെ കബളിപ്പിച്ച് ഒട്ടുമേ പാണക്കാട് കുടുംബത്തോടോ തങ്ങൾ കുടുംബത്തോടോ തന്നെ ഒരു വിശ്വാസമോ കടപ്പാടോ പ്രതിബദ്ധതയോ വെച്ചു പുലർത്താത്ത നിങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടലിനെ പരിഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമുദായത്തിലേക്ക് പാലം പണിയാൻ സമുദായത്തിലെ ആദരണീയരായ പാണക്കാട് കുടുംബത്തെ നിങ്ങൾ കേവലം ഉപകരണങ്ങളാക്കുകയാണ്. അങ്ങനെയുള്ള ഉപകരണമാക്കുന്ന പരിപാടിയിലൂടെ പാണക്കാട് കുടുംബത്തെ വഹാബി ആദർശ പ്രചരണത്തിന് ബലിയാടാക്കാൻ അനുവദിക്കുകയില്ലെന്നും അത് സമുദായത്തെ ബോധ്യപ്പെടുത്താൻ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സംഘടനാ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് തന്നെ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തപ്പോഴുള്ള ജാള്യത, ബേജാറ്, വയലിച്ച അതൊക്കെയാണ് TPയെ പോലെയുള്ള തലമുതിർന്ന നേതാവ് തന്നെ ഈ 6 വർഷം കവലപ്രസംഗത്തിന് ഇറങ്ങിത്തിരിച്ചതിന്റെ അടിസ്ഥാന കാരണമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്?